മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന സമസ്ത AP വിഭാഗം മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നു. വഖഫ് ഭൂമി വിൽപ്പന നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയെന്ന് സിറാജിലെ ലേഖനത്തിൽ. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്കെതിരെയുള്ള ലേഖനത്തിൽ വിമർശനമുണ്ട്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്കെതിരെ വിമർശനം വന്നിരിക്കുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, ഈ ഒരു ലേഖനത്തിൻ്റെ പിന്നാമ്പുറത്തു കൂടി സഞ്ചരിക്കുമ്പോൾ പുറത്തു വരുന്ന രാഷ്ട്രീയം എന്താണ്? ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളത്. ആ ഭൂമി വിവാദം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ, അതായത് EK സുന്നി വിഭാഗത്തിന്റെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ ഒരു ലേഖനം വന്നിരുന്നു. അത് വഖഫ് ഭൂമി തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ആ ലേഖനം. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ അതേ ആശയങ്ങൾ തന്നെ ഇപ്പോൾ AP വിഭാഗത്തിന്റെ മുഖപത്രമായിട്ടുള്ള സിറാജിലും വന്നിരിക്കുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന കാര്യമാണ് അതിലും സമർത്ഥിക്കുന്നത്. ഈ ഭൂമിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാകും. എന്നിട്ടും അത് പതിച്ചു കൊടുക്കുന്നു. അതിനകത്ത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട്. അത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. അതിൽ പല വ്യക്തികൾക്കും ബന്ധമുണ്ട്. പല രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അതിൽ പങ്കുണ്ട് എന്ന കാര്യം കൂടി ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. അത്തരക്കാർ ഇതിൽ നടത്തിയിട്ടുള്ള ഈ ക്രമക്കേടുകളാണ് ഇത്തരം ഒരു സംഭവങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഭൂമി തിരിച്ചു പിടിക്കണം, വഖഫ് ഭൂമി അന്യാധീനപ്പെടാൻ പാടില്ല, മാത്രമല്ല അത് വിറ്റ് അതിൻ്റെ പണം സമാഹരിക്കാനും പാടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൻ്റെ കുറ്റക്കാർ ഈ വിൽപ്പന നടത്തിയവരാണ്. അവരിൽ നിന്ന് തന്നെ അതിൻ്റെ തുക ഈടാക്കുകയും അവിടെയുള്ള മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരുകയും ഈ വിഷയത്തിൽ സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം, സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് ആ യോഗം അവസാനിക്കുകയും ചെയ്തിരുന്നു. ആ യോഗത്തിനെതിരെയും ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ലേഖനത്തിലുള്ളത്. ഇതിലെ സത്യം പുറത്തു വരും എന്നുള്ള ആശങ്ക ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഉണ്ട് എന്ന കാര്യം കൂടി ഈ ലേഖനം പറയുന്നു. അതായത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ട് കൊണ്ടുകൂടി ഈ ലേഖനത്തെ നമുക്ക് കാണാം. ഏതായാലും ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തുടരുകയാണ്. EK സംസ്ഥയുടെ അതേ നിലപാട് തന്നെ ഇപ്പോൾ AP സംസ്ഥയും നിലപാട് സ്വീകരിക്കുന്നു. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ലേഖനങ്ങളിലൂടെ സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിറാജിലൂടെയും പുറത്തു വരുന്നത്. SK.